ഈ മീനാണ് നമ്മുടെ ഭായി ബീഫ് ബന്നു എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാബർ. നോമ്പ് പൊറിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വന്നേക്കുവാണ്. നടന്നു വരികയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ കമ്പനി. അല്ല, അത് ഷോട്ട് പോയതാ. വണ്ടി ഇവിടെ കഴുകാൻ സാധനം ഉണ്ട്. വാശിയുണ്ട്. ഒന്ന് വാശിയുണ്ട്. വണ്ടിയൊക്കെ ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ. ഫുൾ അഴുക്കാണ്. വണ്ടിയെ കഴുകണം. ഒരാൾ ബൈക്കിൽ നമ്മൾ വീണ്ടും മറ്റൊരു പാർക്കിലോട്ട് പോകേണ്ട പരിപാടിയാണ്. ആ പാർക്കിൽ വരുന്നത് നമ്മൾ പൊതിച്ചോറാണ് നമ്മളിന്ന് നോമ്പ് തുറക്കി സ്പെഷ്യലായിട്ട് വെച്ചേക്കുന്നത്. നമ്മൾ പൊതിച്ചോറ്, നമ്മുടെ ഫ്രൂട്ട്സുകള്, സാലഡ്സുകള്. ഇപ്പൊ നമ്മൾ മുസഫയിലാണ് ഉള്ളത്. നമ്മളിപ്പോ പോകുന്നത് വർക്കേഴ്സ് വില്ലേജ് പോയി സാബറിന്റെ ഡ്രസ്സും കാര്യങ്ങളും എടുത്തോണ്ട് നമ്മൾ നേരെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകും. ഹോസ്പിറ്റലിൽ ചെന്ന് ഫൈസൽ ഷാ കളക്ട് ചെയ്ത് അങ്ങനെ ഒരു പാർക്കിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ ഇന്ന് അവിടെ സെറ്റ് ചെയ്യും. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. അൽ അറഫാത്ത് കാറില്. വണ്ടിയുടെ ഹോണ് കംപ്ലൈന്റ് ആണ്. അദ്ദേഹത്തിന്റെ വണ്ടിക്ക് എന്തോ ഫോണടി കാരണം വണ്ടി തുറന്നു നോക്കുവാണ്. വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. വണ്ടിയുടെ കോലം നോക്കിയേ. ഇവിടുത്തെ മറ്റേ ലോഞ്ചിലൊന്ന് ഇരുത്തമായി. നമ്മളെ വണ്ടിയെ കുളിപ്പിക്കുന്ന രംഗമാണ്. ഇതിലാണ് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ നമുക്കൊരു പാട്ടായാലോ എന്നാണ് സാവർ ചോദിക്കുന്നത്. അളിയ, വിശ്രമവേള ആനന്ദമാക്കാൻ നമുക്കൊരു പാട്ടായാലോ? പാട്ട് കേട്ടിട്ട് എന്നാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ പാകിസ്ഥാനി സുഹൃത്ത് പോയി അങ്ങ് പോയിരിക്കുക. വണ്ടിയെ പതിപ്പിക്കുവാണ്. अंदर क्या है भाई? नाम बोल. നമ്മുടെ വണ്ടിയെല്ലാം ക്ലീൻ ആയിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട് ചെറുക്കന്മാര്. പെരുന്നാൾ സംബന്ധിച്ച് നമ്മളൊന്ന് വണ്ടി കഴുകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം പെരുന്നാളായിരിക്കും, 4 ദിവസത്തേക്ക് ചിലപ്പോൾ ഓട്ടത്തിലായിരിക്കും. വണ്ടിയൊക്കെ നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് ചെറുക്കന്മാര്. കണ്ടേ, ഫുള്ള് വൃത്തിയാക്കി. ായിട്ട് പൊതിച്ചോറുണ്ട്. അതിന് പുലാബും ഇവിടുത്തെ തന്നെ മുസഫയിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പാകിസ്ഥാനി ഫുഡാണ്. അവിടുന്ന് ട്രൈ ചെയ്യണം. ബീഫ് ബന്നു പുലാവ് അല്ലേ? അപ്പൊ അറിയത്തില്ല ഈ സമയം റെഡിയാണോ എന്ന്. നമുക്ക് പോയി നോക്കാം. ഇപ്പൊ സമയം 4:15 നോക്കാം. അളിയന്മാരെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബന്നുകുൽ ബീഫ് പുലാവ് റെസ്റ്റോറന്റ് ആണ്, മുസഫ. ഇതൊരു ഫേമസ് റെസ്റ്റോറന്റ് ആണ്. ഇതാണ് ആ റെസ്റ്റോറന്റ്. ഇവിടെ സർബത്ത്, പുള്ളിക്കാരൻ സർബത്ത് റെഡി ആയിക്കോണം. റെസ്റ്റോറന്റ് ആംബിയൻസ്. ബന്നുകുൽ ബീഫ് പുലാവ് റെസ്റ്റോറന്റ് LLC മുസഫ 24. അത് പുലാവല്ലേ? അല്ലല്ല, ഇതാണ് ബന്നു ബീഫ് പുലാവ്. ഇത് അഫ്ഗാനി റൊട്ടി.
വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ ചെറുക്കനാട്ടെ നമ്മുടെ ഭായി ബീഫ് ബന്ന് പുലാവ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാധനം, സെറ്റ് സാധനം. ബന്ന് പുലാവ് ഒരുപാട് പാക്കറ്റ് ഇതിന് അടിക്കുന്നുണ്ട്. റെഡിയാണ്. ये पैकेट कितना है? एक पैकेट कितना है? 1.5. ये बन्न पुलाव का एक पैकेट कितना है? बन्न पुलाव का छोटा पैकेट आएगा. ये कितना आएगा? 15 पूरा 15. എല്ലാം 15 രൂപയാണ് നിർത്തിച്ചേക്കുന്നത്. ബന്ന് പുലാവിൻ്റെ പാക്കറ്റ് ഉണ്ട്. ഈ മീനാണ് ചെത്തൻ. ഉറവുണ്ടല്ലോ. സാധനം എടുത്തോ, നോമ്പ് കുടിക്കാം, വാങ്ങി കുടിക്കുന്നു. പൈസനെ സാബിടെ അമ്മ അന്ന് ഇരുന്ന് ഇവിടെ ഇടാം. നോമ്പ് കുടിക്കാനുള്ള വിഭവങ്ങളുമായി സാബറും ഫൈസലും നൗഫലും. സഹിലിൽ നോമ്പ് തലയിൽ കയറി ഇങ്ങോട്ട് ഓടി. ആ വീട്ടുപൊളി ഇവിടെ കയറി റൈറ്റ് ചെയ്യും. അതിനകത്തിട്ട് വെച്ചിട്ടുള്ളൂ. അതിനകത്തിട്ട് ഇഷ്ടങ്ങളുണ്ടല്ലേ. അതൊക്കെ ശരി. പൊട്ടോറ് മീന് ശരിയാണല്ലേ. ചിത്താന പ്രായം ഞാൻ തോൽപ്പിക്കാത്ത പോരാളി സഹിലാണ് ഫൈസൽ.
പ്രായം തോൽപ്പിച്ചിട്ടില്ല ഇപ്പോഴും അദ്ദേഹത്തിന്. ഇതെന്താ പൊങ്ങാത്ത? നീ കോട്ട് ഫ്രീ ആണോ നോക്ക് ബാഡ്മിന്റൺ. കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള, കണ്ടാൽ കൊതി കൊണ്ടു കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള, കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിട്ടതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണീ രാജാത്തി. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്തു രാജാത്തി. മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണീ രാജാത്തി, ഏതാണീ രാജാത്തി.